السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകളെ മാനിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ഭാഗമായ ഈ ഒരുമിച്ച് കൂടൽ നാളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ഉന്നതമായ സൽക്കർമ്മമായി അവൻ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം ഏറെ ഗൗരവത്തോടു കൂടി കാണുന്നതും വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ളതുമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുടുംബം എന്നുള്ളത്. ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ ഘടകമാണ് സന്താനങ്ങൾ. ഒരു കുടുംബത്തിന്റെ തലമുറകളായിട്ടുള്ള കൈമാറ്റത്തിന് ആ കുടുംബത്തിലുള്ള പുതിയ പുതിയ സന്താനങ്ങളാണ് അതിന്റെ അവകാശികൾ എന്നുള്ളത്. ആ മക്കള് നാം വിചാരിക്കുമ്പോഴോ നാം ആഗ്രഹിക്കുമ്പോഴോ അല്ല നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്, മറിച്ച് അത് അല്ലാഹുവിന്റെ തീരുമാനത്തിലൂടെ മാത്രം സാധ്യമാകുന്നത്. പലപ്പോഴും നാം പ്രതീക്ഷിക്കാതെയും നമ്മുടെ ഇഷ്ടത്തോടെയും അനുവാദത്തോടെയും അല്ലാതെ നമ്മിലേക്ക് മക്കൾ കടന്നു വരും. പക്ഷെ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് മക്കൾ എന്നുള്ളത് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ആ മക്കളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് 4 വ്യത്യസ്ത രൂപങ്ങളിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തിന്റെ അലങ്കാരമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ മക്കൾ അത് ജീവിതത്തിന്റെ അലങ്കാരമായിട്ട് സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തി. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അത് ജീവിതത്തിന്റെ അലങ്കാരമാണ്. പ്രകൃതിക്ക് ഒരുപാട് അലങ്കാരങ്ങളുണ്ട്. പ്രകൃതി പച്ചപ്പണിയുന്നതും അതിന് വിവിധ വർണ്ണങ്ങളുള്ള പൂക്കളുള്ളതും ഒക്കെ അതിന്റെ വർണ്ണങ്ങൾ. അതേപോലെ കുടുംബത്തിന്റെ ഏറ്റവും നല്ല ഭംഗി എന്നുള്ളത്
ആ സന്താനങ്ങളോടൊത്തുള്ള ജീവിതമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പ്രകൃതിയിൽ പച്ചപ്പും വർണ്ണങ്ങളും മാത്രമാണ്, അതിനിടയിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആ ഇളക്കവും ശബ്ദവും ഇല്ല എങ്കിൽ അതിന്റെ ആസ്വാദനം കുറയും. അതുപോലെയാണ് ദുനിയാവിലെ ജീവിതം. വീടിനുള്ളിൽ മക്കളില്ലാത്ത, മക്കളുടെ ശബ്ദ കോലാഹലങ്ങളില്ലാത്തത് എത്രമാത്രം ശൂന്യതയാണോ, ആ ശൂന്യത ഇല്ലാതിരിക്കുവാനാണ് സന്താനങ്ങളെ അള്ളാഹു ജീവിതത്തിന്റെ മാർഗത്തിൽ, ജീവിതത്തിന് അലങ്കാരമായിട്ട് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒരു പരീക്ഷണമായിട്ടാണ്. മക്കൾ ഒരു ഫിത്നയായിട്ടും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കുള്ള വലിയ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് എന്ന്. മൂന്നാമത്തത്, നമുക്കെതിരെ തന്നെ ശത്രുക്കളായിട്ട് മാറുന്ന ഘട്ടങ്ങളും ഉണ്ടാകുമെന്ന്. പക്ഷേ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹു. നിങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കും, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. നാലാമത്തത്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഓരോ കുടുംബവും ആഗ്രഹിക്കുന്നതാണ്, കൺകുളിർമയാണ്. മക്കളെ കൊണ്ട് ലഭിക്കേണ്ട, മക്കളെ കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കേണ്ട ജീവിതത്തിന്റെ ആ സുഖലോലുപത, ആ ആസ്വാദനം, ആ കൺകുളിർമ നൽകുന്ന മക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവോട് ആ കൺകുളിർമക്ക് വേണ്ടി ചോദിക്കുന്ന, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇവിടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ കൺകുളിർമയാണ്. മക്കളെ കൊണ്ട് ദുനിയാവിലും പാരിത്രികമായും ലഭിക്കേണ്ട നേട്ടങ്ങളുണ്ട്, അതിലൂടെയാണ് നമുക്കത് കരസ്ഥമാക്കാൻ കഴിയും. അതൊരുപോലെ ദുനിയാവിലും കരസ്ഥമാക്കാൻ കഴിയും, അതിനപ്പുറത്തേക്ക് പരലോകത്തേക്കും ആ കൺകുളിർമയുടെ അനുഭവങ്ങൾ, അനുഭൂതികൾ നമ്മെ അവിടേക്ക് എത്തിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനെ നമസ്കരിക്കാൻ പറ്റൂല, നോമ്പ് നോക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ ഒരു അമലുകളും ഇല്ല. മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. മൂന്നെണ്ണം ഒഴികെ. അതിലൊന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് വലദിൻ സ്വാലിഹിൻ യദഊ ലഹു. അവന് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന അവന്റെ സന്താനങ്ങളാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസിനെ കാണാൻ സാധിക്കും, ചില ആളുകൾ സ്വർഗത്തിലെത്തും. സ്വർഗത്തിലെത്തിയിട്ട് അവരുടെ പദവികൾ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കാളേറെ അവർക്ക് സ്വർഗത്തിലെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹു ആ പദവികളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ ചോദിക്കും, യാ റബ്ബ് അന്നലി ഹാദാ, ഇതൊക്കെ എനിക്കുള്ളത് തന്നെയാണോ? കാരണം അത്രമാത്രം വലിയ പ്രവർത്തനങ്ങളും സൽപ്രവർത്തനങ്ങളും ഒന്നും ദുനിയാവിൽ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇത്രമാത്രം അധികം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് പടച്ച റബ്ബ് കൊടുക്കുന്ന മറുപടിയാണ്, നിനക്ക് ഉണ്ടായിരുന്ന നിന്റെ മക്കളുടെ, നിനക്ക് വേണ്ടിയിട്ടുള്ള പാപമോചനത്തിന്റെ ആ പ്രാർത്ഥനകളാണ് നിന്നെ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യരോട് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ സാധിക്കും. കൂട്ടരെ, നമ്മുടെ മക്കൾ ഈ രൂപത്തിൽ പരലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടണം എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ ഉപകാരപ്പെടുന്നതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്ക് പരലോകത്തേക്ക് ഈ രൂപത്തിൽ നമ്മുടെ സ്വർഗപ്രവേശനത്തിലും സ്വർഗത്തിലും നമ്മുടെ പദവികൾ വീണ്ടും വീണ്ടും ഉയർത്തപ്പെടുന്നതിന് അത് ഉപകാരപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ, നമ്മുടെ മക്കളെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയണം എന്നുണ്ട് എങ്കിൽ അതിനെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് നമ്മുടെ മക്കളെ ഖുർആനുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. മക്കളെ ദീനുമായും അതിന്റെ അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധ ഖുർആനുമായി നമ്മുടെ മക്കളെ നിരന്തരമായി ബന്ധപ്പെടുത്തുകയല്ലാതെ അതിനൊരു മാർഗവും ഇല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
നമുക്കറിയാം, നമ്മളൊക്കെ ശ്രേഷ്ഠത ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ശ്രേഷ്ഠമാക്കപ്പെട്ട പലതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതില് ഇസ്ലാം പഠിപ്പിക്കുന്ന ശ്രേഷ്ഠത, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ചില വസ്തുക്കളെ കുറിച്ച്, ചില സമയങ്ങളെ കുറിച്ച്, ചില ദിവസങ്ങളെ കുറിച്ച്, ചില മാസങ്ങളെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മാസമാണ് റമദാൻ. ആ റമദാനിൽ ആ പരിശുദ്ധിയും ആ ശ്രേഷ്ഠതയും ലഭിക്കുവാനുള്ള കാരണം ആ ഖുർആനുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഖുർആൻ ആ മാസത്തിൽ ഇറക്കപ്പെട്ടത് കൊണ്ടാണ് പരിശുദ്ധ റമദാനിൽ അത്രമാത്രം ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടത്. ആ റമദാനിൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി, അതും ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. പ്രവാചകന്മാർക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത്. മലക്കുകൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആ മലക്കിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടത്. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുത്തണം എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും ആ ശ്രേഷ്ഠത ലഭിക്കണമെങ്കിൽ ആ ഖുർആനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ, പരിശുദ്ധ ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമല ബിഹി അൽബിസ യൗമുൽ ഖിയാമത്തി താജൻ മിനൻ നൂർ. അത് ഖുർആൻ മനപ്പാഠമാക്കുന്ന ആളുകൾ, നമ്മളൊക്കെ മക്കളെ ഖുർആൻ ഹാഫിദുകളാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഹാഫിദുകളാകുന്ന ആളുകൾക്ക് അല്ലാഹു പറയുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. പ്രകാശം കൊണ്ടുള്ള ഒരു കിരീടം അവരെ ധരിപ്പിക്കപ്പെടുമെന്ന്. അത് മാത്രമല്ല, ഈ കുട്ടികൾ ആ ഖുർആൻ കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ പഠിക്കുകയും അത് അമലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ചില വസ്ത്രങ്ങൾ അണിയിക്കുമെന്ന പരലോകത്ത് വെച്ച്. ആ സമയത്ത് ഈ ആളുകൾ ചോദിക്കും, റബ്ബേ, എന്തിനാണ് ഞങ്ങൾക്ക് ഇത് അണിയിക്കപ്പെട്ടത്? അതിന് മാത്രം എന്ത് ശ്രേഷ്ഠതയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടിയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളത്. ആ മക്കളിലൂടെ പരലോകത്ത് ഏറ്റവും നല്ല സ്ഥാനം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈ മക്കളെ ഖുർആനുമായി ബന്ധപ്പെടുത്തണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടി പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാർ. മറ്റൊരു കാരണം അതാ, നമുക്ക് ശ്രേഷ്ഠത ലഭിക്കുക എന്നതിനപ്പുറത്തെ ഖുർആനിന്റെ ഒരു കൽപ്പന കൂടിയാണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാർ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ എപ്രകാരമാണോ നരകത്തിൽ നിന്ന് സുരക്ഷിതമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ മക്കളെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം, പ്രയത്നിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കൺകുളിർമ എന്നുള്ളത് പരലോകത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ മക്കളുടെ പരലോകം സുരക്ഷിതമാക്കുവാനുള്ള പ്രയത്നങ്ങൾ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ആ പ്രയത്നങ്ങൾ നമ്മൾ നടത്താതെ ആ മക്കളിലൂടെ കൺകുളിർമ ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെ പഠിപ്പിക്കാം. അതുകൊണ്ടാണ് ആ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട് ആ ഖുർആനുമായിട്ട് നമ്മളെ നിരന്തരമായി ബന്ധപ്പെടുത്തണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ആ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കള് ദീനിന്റെ യഥാർത്ഥ വഴിയിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എത്ര വിചാരിച്ചാലും ഒരു പക്ഷേ അത് സാധ്യമാവുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഖുർആനിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഖുർആൻ നേർമാർഗമാണ് എന്നുള്ളതാണ്. ഭൂമിയിൽ ഖുർആൻ മനുഷ്യന് നേർമാർഗമാണ്. നമ്മുടെ മക്കൾക്ക് വഴി കാണിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ ഖുർആനുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ദുനിയാവിലെ ജീവിതത്തിൽ ഒരു പോർവ് നിൽക്കുകയില്ല, അവിടെ കഴിയുന്നില്ല. നാളെ പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ഖുർആൻ കടന്നു വരുമെന്ന ഈ ഖുർആനിന്റെ ആളുകൾക്ക്, നമ്മുടെ മക്കൾ ഖുർആൻ പഠിച്ച ആളുകളാണെങ്കിൽ അള്ളാഹുവിനോട് ആ ഖുർആൻ തർക്കിക്കുമെന്ന, അതിന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഖുർആൻ തർക്കം നടത്തിക്കൊണ്ടേയിരിക്കും. അവിടെയും കഴിയുന്നില്ല. പരലോകത്ത് മനുഷ്യൻ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. തന്റെ ഖബർ പിളർന്ന് ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് ചില ആളുകളുടെ മുന്നിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുമെന്ന,
ഒരു പ്രകാശ രൂപത്തിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടും. ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിയാത്ത ഇയാളോട് ഈ രൂപം പറയും, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി, എന്നെ നിനക്ക് പരിചയമുണ്ടോ? ഇയാൾ പറയും, ഇല്ല, എനിക്കൊരു ഓർമ്മയുമില്ല. വീണ്ടും ചോദിക്കും, ഞാൻ ഭൂമിയിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ കൂട്ടുകാരനായിരുന്നു, ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. അവസാനം ഈ രൂപം പറഞ്ഞു കൊടുക്കും, ഞാൻ പരിശുദ്ധ ഖുർആനാണ്. ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഈ മനുഷ്യനെ സ്വീകരിച്ച് കൊണ്ടുപോകുമെന്ന് ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ കഴിയുന്നില്ല. നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഖുർആൻ എത്രമാത്രം പഠിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ ഖുർആൻ പഠിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത, നമ്മൾ സ്വർഗത്തിലെത്തിയാലും ആ ഖുർആൻ നമ്മൾ വിട്ടുപോകില്ല. ബാക്കിയുള്ളതൊക്കെ അവിടെയും ഇവിടെയും വെച്ച് പിരിഞ്ഞു പോകും. സ്വർഗത്തിലെത്തിയാൽ പിന്നെ മക്കളില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, എല്ലാവരും ഒരേ പ്രായക്കാരാണ്, എല്ലാവരും ഒരേ പ്രായത്തില. അവിടെ സന്താനങ്ങളോ ഉപ്പയോ ഉമ്മയോ ഒന്നും, ആ ബന്ധങ്ങൾ ഉണ്ടാകും, പക്ഷെ ആ ബാധ്യതകൾ ഉണ്ടാവില്ല. പക്ഷെ അവിടെയും വിടാതെ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന ഒരേ ഒരു സാധനം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്നുള്ളതാണ്. ആ ആളുകളോട് പറയപ്പെടുമെന്ന ഈ ദുനിയാവിൽ എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്തത് അതുപോലെ നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് നീ എവിടെ വെച്ചാണോ ഖുർആൻ അവസാനിപ്പിക്കുന്നത് അവിടെയായിരിക്കും നിന്റെ സ്ഥാനമെന്ന് അള്ളാഹു അവരോട് പറയുമെന്ന്. സ്വർഗം അത്രമാത്രം വിശാലമാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച്. സ്വർഗത്തിന് 100ഓളം തട്ടുകളുണ്ട്. അതിൽ ഏറ്റവും അടുത്ത 2 തട്ടുകൾ തമ്മിലുള്ള അകലം എന്നത് ആകാശ ഭൂമി എത്രത്തോളം വിശാലമാണോ അത്രത്തോളം വിശാലമാണ് ആ സ്വർഗത്തിലെ അടുത്ത 2 തട്ടുകൾ തമ്മിലുള്ള അകലമെന്ന. മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും ഏത് ഉപകരണം വെച്ച് നോക്കിയാൽ പോലും ഒന്നാം ആകാശത്തിന്റെ പരിധിയിലേക്ക് എത്താൻ കഴിയില്ല. അവിടെയാണ് സ്വർഗത്തെ കുറിച്ച് പറയുന്നത്, ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലത്തിനേക്കാളും ഒക്കെ അപ്പുറത്ത ഒരൊറ്റ സ്വർഗത്തിന്റെ 2 പദവികൾ തമ്മിലുള്ള ഉയരമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കൂട്ടരെ, ആ പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. ആ മക്കളെ കഴിയുന്നത്ര മനഃപ്പാഠമാക്കുക എന്നതിനപ്പുറത്തേക്ക് ആ ഖുർആനിന്റെ ആദർശവും ആശയവും ഉൾക്കൊള്ളുന്ന അതനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. കാരണം അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ എടുക്കുന്ന ഹദീസുണ്ട്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. ഓരോ ഭരണാധികാരികളും ചോദ്യപ്പെടും, ഓരോ ഭരണാധികാരികളും അവരുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഹദീസുണ്ട്. ആ കൂട്ടത്തില് ഒരു പുരുഷനെ കുറിച്ച് പറയുന്നുണ്ട്, സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഭരണീയരായിട്ട് ഓർമ്മപ്പെടുത്തുന്ന തന്റെ മക്കളാണെന്നുള്ളത്. കുടുംബവും മക്കളുമാണ്. ആ മക്കൾക്ക് കൊടുക്കേണ്ട, അവർക്ക് ലഭിക്കേണ്ട അവരോടുള്ള ഏതെങ്കിലും ബാധ്യതയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കോടതിയിൽ ഈ മക്കള് നമ്മൾ വെറുതെ കൊള്ളൂല. ആ മക്കൾ നമുക്കെതിരെ നാളെ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് എതിരായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ സ്വന്തം മക്കളായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഭൂമിയിൽ അത്രമാത്രം സ്നേഹിച്ച് താലോലിച്ച് വളർത്തി വലുതാക്കിയ ചെലവും കൊടുത്ത ആ മക്കളായിരിക്കും നാളെ നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ മക്കളോടുള്ള ബാധ്യത അത് നിറവേറ്റണമെന്ന് ഇസ്ലാം കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുക. അവരോട് മതപരമായിട്ടുള്ള ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ കൃത്യമായി നിറവേറ്റണമെന്ന് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ച്, അവർക്ക് ലഭിക്കേണ്ടതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരാകാറില്ല എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും കുട്ടികൾക്ക് ലഭിക്കേണ്ട അവരുടെ അവകാശങ്ങളിൽ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ വീഴ്ച വരുത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സേവകനായിട്ട് റസൂലിന്റെ കൂടെ കൂടിയ സ്വഹാബി, കുട്ടിയായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ നടന്നിരുന്ന കുട്ടിയാണ്. അങ്ങനെ ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് കാര്യമായ എന്തോ ഒരു ജോലി ഏൽപ്പിക്കാം, അന്ന് കുട്ടിയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ജോലി ഏൽപ്പിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞയക്കുന്ന അനസ് ബിൻ മാലിക്കിനെ നേരെ ഒരുപാട് കഴിഞ്ഞിട്ട് കാണാനില്ല. അല്ലാഹുവിന്റെ റസൂല് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിച്ചു വെട്ട അനസ് എന്ന കുട്ടിയായ സ്വഹാബി അല്ലാഹുവിന്റെ റസൂല് പുറത്തു പോയി നോക്കുമ്പോ
കുറച്ചപ്പുറത്ത് കുട്ടികളുമായിട്ട് കളിക്കാം. പോകുന്ന വഴിക്കിടയിൽ കുട്ടികളെ കണ്ടപ്പോ, കളിക്കുന്നത് കണ്ടപ്പോ ഈ കുട്ടികൾ ചേർന്ന് കളിച്ചു. അള്ളാഹുവിന്റെ റസൂല് അടുത്ത് ചെന്ന് അനസിന്റെ ചുവട് തൊട്ടു. അപ്പോൾ അനസിന് ഓർമ്മ വന്നത്, അള്ളാഹുവിന്റെ റസൂല് എന്നെ ഇങ്ങനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നല്ലോ. ആ അനസുമാർക്ക് എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പിടിച്ചു നിർത്തിയിട്ട് ആ കുട്ടിയുടെ കളി തുടരാൻ അള്ളാഹുവിന്റെ റസൂല് അനുവദിച്ചു എന്നുള്ളതാണ്. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളി എന്നുള്ളത്, വിനോദം എന്നുള്ളത് കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കേണ്ട ഒരു ഘടകമാണ്. അത് അവരിൽ നിന്ന് പറിച്ചു മാറ്റേണ്ട, അവരിൽ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ട ഒരു ഘടകമല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മദീനയിലുള്ള കൊച്ചു പെൺകുട്ടികള് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് മദീനയുടെ തെരുവുകളിലൂടെ നടക്കുമായിരുന്നു. അവർ കളിക്കുന്ന സ്ഥലത്തേക്കും അവരുടെ കളികൾക്കിടയിലൂടെയും എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ റസൂൽ എതിർത്തിട്ടില്ല. ആ കൈ പിടിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂൽ നടന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ആ കുട്ടികളുടെ കൂടെ നടക്കുമായിരുന്നു എന്ന മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എത്തുമ്പോ കുട്ടിത്തം വിട്ടിട്ടില്ല. കുട്ടിയായ പ്രായത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കുന്നത്. ആ സമയത്തും അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ കളി എന്ന ആ സ്വാതന്ത്ര്യത്തിന് ഒരു ഭംഗം പോലും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് വരുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളത്. അള്ളാഹു റസൂൽ വീട്ടിൽ നിന്ന് പോകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അതേ പ്രായത്തിലുള്ള കുട്ടികളെ വീട്ടിലാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പോവാ. അള്ളാഹു റസൂല് തബൂക്ക് യുദ്ധത്തിലോ മറ്റേതോ യുദ്ധത്തില് അള്ളാഹു റസൂല് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ കളിപ്പാട്ടം കൊണ്ട് കളിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂൽ വന്നപ്പോ ആ കളിപ്പാട്ടങ്ങളെ പെട്ടെന്ന് മൂടി വെച്ചു. കാറ്റടിച്ച് ആ കളിപ്പാട്ടങ്ങളുടെ മുകളിൽ നിന്ന് വിരി മാറിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്തോ കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാം അത് വീണ്ടും മടക്കി വെച്ചപ്പോ റസൂൽ ചോദിച്ചു, അതെന്താണെന്ന്. മഹാദയ ആയിഷ, ആയിഷ എന്താണ് അത് സാധനം എന്ന് ചോദിക്കുക. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് സുലൈമാൻ നബിയുടെ കുതിരയാണ്. അപ്പോ റസൂൽ ചോദിക്കും, സുലൈമാൻ നബിയുടെ കുതിരയോ? അതെ, അതിന് ചിറകുമുണ്ട് എന്ന് പറഞ്ഞിട്ട് കളിപ്പാവ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. അള്ളാഹു റസൂൽ ചോദിക്കും, ഇത് എങ്ങനെ നിനക്ക് അറിയാന്ന് ചോദിക്കുമ്പോ അള്ളാഹു റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കും, നിങ്ങൾക്ക് അറിയില്ലേ സുലൈമാൻ നബിയുടെ കുതിരയ്ക്ക് ചിറകുകളുള്ള വിവരം നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പൊട്ടിച്ചിരിച്ചു വന്ന, അടപ്പല്ല് കാണുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് ചിരിച്ചു വന്ന. ഈ ഹദീസിൽ പലപ്പോഴും ഈ കുട്ടികൾക്ക് കളിപ്പാട്ടം അനുവദനീയമാണ് എന്നത് ഉപയോഗിക്കാറുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ സുലൈമാൻ നബിയുടെ കുതിരയ്ക്ക് ചിറകുണ്ട് എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ റസൂൽ എതിർത്തിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിൽ യഹൂദരായിട്ടുള്ള ആളുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളിലും മറ്റും അതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉള്ളതാണ്. അവരുടെ സംസാരത്തിൽ നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ആ വിവരം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അള്ളാഹു റസൂൽ അതിനെ എതിർത്തിട്ടില്ല. പക്ഷേ ഖുർആനിൽ അതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലെങ്കിലും മറ്റു വേദഗ്രന്ഥങ്ങളിൽ വരുന്ന പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത, ഇസ്ലാം വിലക്കാത്ത, ഇസ്ലാം എതിർത്തിട്ടില്ലാത്ത കാര്യങ്ങളെ എതിർക്കാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു നിലപാടാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിന് അള്ളാഹുവിന്റെ റസൂൽ ആ രൂപത്തിൽ കുട്ടികളെ അത്രമാത്രം കെയർ ചെയ്തിരുന്നു എന്നുള്ളത്. അവർക്ക് വേണ്ട അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ആ സ്വാതന്ത്ര്യം അള്ളാഹുവിന്റെ റസൂല് കൊടുത്തിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഈ രണ്ട് കുട്ടികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നമസ്കാരത്തിൽ കളിക്കുമായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിക്കുമ്പോ റസൂലിന്റെ മേലിൽ കയറിയും മറിഞ്ഞുമെല്ലാം ആ കുട്ടികൾ കളിക്കുമായിരുന്നു. പലപ്പോഴും നമ്മളൊക്കെ നമസ്കരിക്കാൻ നിന്ന കുട്ടികളെ എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നു. കുട്ടികളെ നമസ്കാരപ്പായയിലേക്ക് അടുപ്പിക്കാത്ത ആളുകളുണ്ട്, വിശ്വാസമുണ്ട്. അതായത് നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റുമെന്ന് പറഞ്ഞിട്ട്, നമസ്കാരത്തിന്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് കാണിക്കാത്തൊരു സൂക്ഷ്മത അത് വേറെ ആർക്കും കാണിക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതൊക്കെ ആ നമസ്കാരത്തിന് ആ കുട്ടികളോട് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ പെരുമാറണമെന്ന. ആ നമസ്കരിക്കുന്ന സമയത്ത് കുട്ടികളെ മാറ്റി നിർത്തല്ല വേണ്ടത്. നമ്മുടെ കൂടെ നമസ്കരിപ്പിക്കാനും, ആ കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ എടുത്ത് നമസ്കരിക്കാനും, ആ കുട്ടികൾക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കണമെന്നുമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത്രമാത്രം കുട്ടികളോട് അള്ളാഹുവിന്റെ റസൂല് കാരണം കാണിച്ചിരുന്നു എന്ന. അള്ളാഹുവിന്റെ റസൂല് നമസ്കാരത്തിനിടയിൽ സ്വഹാബാക്കൾ പള്ളിയിൽ നമസ്കരിക്കാം. അള്ളാഹു റസൂല് സുന്നത്ത് നമസ്കരിക്കുമ്പോ സുജൂദിന്റെ ഇടയിൽ പേരക്കുട്ടി പുറത്തു കയറി നിന്നു. അള്ളാഹുവിന്റെ റസൂല് ആ കുട്ടി ഇറങ്ങുന്നത് വരെ സുജൂദിൽ നിന്നു. സ്വഹാബാക്കൾക്ക് അത്ഭുതമായി. സ്വഹാബാക്കൾ വിചാരിച്ച റസൂലിന് വഹി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. നമസ്കാരം കഴിഞ്ഞ് സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലേ റസൂലെ, താങ്കൾക്ക് വലിയ വഹി ഇറക്കപ്പെട്ടു, ഇത്ര സുദീർഘമായിട്ട് താങ്കൾ സുജൂദിൽ കിടന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു റസൂല് പറയുന്നുണ്ട്, എന്റെ നമസ്കാരത്തിന്റെ ഇടയിൽ പോലും അവരുടെ കളിക്ക്, അവരുടെ ആ ഇഷ്ടത്തിന് ഒരു കോട്ടം തെറ്റാത്ത രൂപത്തിൽ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന്
ആ കുട്ടികൾക്ക് അത്രമാത്രം റസൂൽ പ്രാധാന്യം നൽകി എന്നുള്ളത്. ചെറിയ മക്കൾക്ക് അള്ളാഹുവിന്റെ റസൂല് അത്രമാത്രം പരിഗണന നൽകിയിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളോട് നമ്മൾ കാരുണ്യം കാണിക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പേരിൽ, ആരാധനയുടെ പേരിൽ നമ്മുടെ മക്കളോട് നമ്മൾ വിവേചനം കാണിക്കരുത്. മറ്റൊന്ന്, മക്കളോട് നീതി കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂല് ഏറെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്നതാണ്. പലപ്പോഴും ഈ ജീവിത കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കിടയിലും പെൺകുട്ടികളിലും അനീതികൾ പലപ്പോഴും രക്ഷിതാക്കളുടെ സംഭവിക്കാറുണ്ട്. പരിശുദ്ധ ഇസ്ലാം കർശനമായി പഠിപ്പിക്കുന്ന വിഷയമാണ് മക്കൾക്കിടയിൽ അനീതി കാണിക്കാൻ പാടില്ല. ഒരു ചുംബനം കൊണ്ടുപോലും മക്കൾക്കിടയിൽ അനീതി കാണിക്കരുത് എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു ഗ്രാമീണനായ ഒരു അറബി ഒന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പേരക്കുട്ടികളെ ചുംബിക്കുന്നത് കണ്ടു. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഞാൻ എന്റെ പേരക്കുട്ടികളെ മക്കൾ ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളോട് കരുണ കാണിക്കാത്ത ആളുകൾ നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂൽ ഓർമ്മപ്പെടുത്ത ആ മക്കളോട് കരുണ കാണിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. റസൂലിന്റെ അടുക്കലേക്ക് ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, കുറച്ച് പ്രായമുള്ള സ്വഹാബിയാണ്, തന്റെ ഒരു മകനെ സമ്മാനം കൊടുത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ഒരു തോട്ടം തന്റെ മകന് സമ്മാനമായി കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരിക. അള്ളാഹുവിന്റെ റസൂൽ ഒറ്റ കാര്യം ചോദിച്ചത്, നിങ്ങളുടെ ബാക്കിയുള്ള മക്കൾക്കും നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടോ? ബാക്കിയുള്ള മക്കൾക്കും നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കുക. അത്രമാത്രം മക്കൾക്കിടയിൽ അനീതിയുടെ രൂപത്തിൽ നമുക്കൊരു പക്ഷേ ഒരു മകനോടോ മകളോടോ കൂടുതൽ ഇഷ്ടം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അത് ആ മക്കൾക്കിടയിൽ പ്രകടമാക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഗൗരവത്തോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ രൂപത്തിൽ മക്കളെ നമ്മൾ പരിപാലിക്കണമെന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സ്വഹാബി വനിത ചെറിയ കുട്ടിയുമായിട്ട് വരിക. അള്ളാഹുവിന്റെ റസൂൽ വാത്സല്യത്തോടുകൂടി ആ കുട്ടിയെ എടുത്ത് മടിയിലിരുത്തിയപ്പോ ആ കുട്ടി മൂത്രമൊഴിക്കുക, വിസർജനം നടത്തിയപ്പോ ആ കുട്ടിയോടുമ്മ പെട്ടെന്ന് കുട്ടിയെ വലിച്ചെടുക്കാൻ നോക്കി. അള്ളാഹുവിന്റെ റസൂല് ആ ഉമ്മയെ തടഞ്ഞു. സാരമില്ല, വസ്ത്രത്തിലെ കറ ചെയ്യാൻ പറ്റും, അത് കഴുകിയിട്ട് കളയാൻ പറ്റും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചെയ്ത ആ തീരുമാനത്തിൽ ആ കുട്ടിക്കുണ്ടായ ഒരു ഭയപ്പാടും പേടി ഉണ്ടാവും, അത് നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റൂല എന്ന് അള്ളാഹുവിന്റെ റസൂല് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അത്രമാത്രം കുട്ടികളോട് കാരുണ്യം ഉണ്ടായിരുന്നവനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, പലപ്പോഴും രക്ഷിതാക്കൾക്ക് തന്നെ ഉമ്മമാർക്കൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചു പോകാറുണ്ട്. ദേഷ്യം വരുമ്പോൾ മക്കൾ ചെയ്യുന്ന കുസൃതികളോടും തെറ്റുകളോടും ഇടയില് മക്കളോട് ദേഷ്യം വന്നിട്ട് ശാപവാക്കുകൾ പറയും. അല്പസമയത്തിനാണെങ്കിലും അബദ്ധത്തിനാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് മക്കളെ കുറിച്ച് ശാപത്തിന്റെ ഒരു വാക്ക് പോലും പറയരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് ഉദാഹരണമായ ഒരു സംഭവം ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും ഒരു യാത്രയിലാണ്. അതില് സ്വഹാബാക്കൾക്ക് യാത്ര ചെയ്യും 7 ആളുകൾക്ക് ഒരു ഒട്ടകാണ് യാത്ര ചെയ്യാനുള്ളത്. ആ 7 ആളുകൾ മാറി 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 ഒട്ടകത്തിന് മുകളിൽ കയറി യാത്ര ചെയ്യണം. അതിനിടയിൽ അൻസാരിയായ ഒരു സ്വഹാബി ഒട്ടകത്തിന് മുകളിൽ കയറുമ്പോൾ ഒട്ടകം നടക്കണില്ല. ഒട്ടകം സാവധാനത്തിലായി. ഈ മനുഷ്യന് ദേഷ്യം വന്നിട്ട് ഒട്ടകത്തെ ശപിച്ചു. അല്ലാഹു നിന്നെ ശപിക്കട്ടെ എന്നുള്ള രൂപത്തിൽ ആ മനുഷ്യൻ ആ ഒട്ടകത്തെ ശപിച്ചു. അല്ലാഹു റസൂൽ ചോദിച്ചു, മൻ ഹാദൽ ലാഇനുൽ ബഈറ, ആരാണ് ഒട്ടകത്തെ ശപിച്ച ആള്? അല്ലാഹു റസൂൽ പറഞ്ഞു, ആ ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങി, ശപിക്കപ്പെട്ട ഒന്നുമായിട്ട് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യരുത് എന്ന് അല്ലാഹു റസൂൽ ഓർമ്മപ്പെടുത്തി. അല്ലാഹു റസൂൽ വീണ്ടും പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസികും, ലാ തദഉ അലാ അൻഫുസികും, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. വലാ തദഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. വലാ തദഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. ലാ തുവാഫിഖു മിനല്ലാഹി ശാഅത യുസ്അലു ഫീഹാ അജാഉം ഫയസ്തജീബു ലക്കും, നിങ്ങൾ എപ്പോഴെങ്കിലും റഹ്മത്തിന് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. എപ്പോഴെങ്കിലും ആ പ്രാർത്ഥനയുടെ കൂടെ നമ്മുടെ ശാപം കൂടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കൾക്ക് വിരുദ്ധമായിട്ട് വരുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുക. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ശാപവാക്കുകൾ മക്കൾക്ക് തന്നെ ആർക്കെതിരെ ആയാലും ഒരു ചെറിയ നേരത്തെ ദേഷ്യം കൊണ്ട് കോപം കൊണ്ട് ആ ശാപത്തിന്റെ വാക്കുകൾ പെയ്തിരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ മക്കളുടെ ജീവിതം, മക്കൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ്, ആ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഘടകങ്ങളാണ്. ഇത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളിൽ നിന്ന് നമ്മൾ പറയുന്ന ഈ ഖുർറത്തുൽ അയ്യുൻ കിട്ടുക എന്നുള്ളത് പ്രയാസമാണ് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടോ, ആ ഖുർറത്തുൽ അയ്യുൻ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. അതിനപ്പുറത്തേക്ക് പാരത്രികമായ ജീവിതത്തിലും നമുക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ്. ആ ജീവിതത്തെ വാർത്തെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കളെ ശിക്ഷണത്തിന്റെ രൂപം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മുറു ഔലാദുകും ബിസ്സലാത്തി വഹും അബ്നാഉ 7 സിനീൻ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ 7 വയസ്സാകുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി അവരെ പ്രയത്നിക്കണം, അവരെ പ്രേരിപ്പിക്കണം. ആ നമസ്കാരം അവർക്ക് ഒരു പ്രേരണയായി അവരോട് പറയുന്ന, അവരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് വീണ്ടും പറഞ്ഞു വദുരിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സ് കഴിഞ്ഞിട്ട് ആ കുട്ടി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ കുട്ടികളോട് കാരുണ്യം കാണിക്കണം, അവരെ സ്നേഹിക്കണം, അവരുടെ എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ അതേ പ്രവാചകം ഗൗരവത്തോടുകൂടി പഠിപ്പിക്കുന്ന കാര്യമാണ് 10 വയസ്സ് കഴിഞ്ഞ് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിച്ചിട്ടാണെങ്കിലും ആ മക്കളെ നമസ്കരിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ആ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരുടെ കിടപ്പറയിൽ അവരെ മാറ്റിക്കെടുക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളൊക്കെ പല രൂപത്തിലെടുക്കും. കുട്ടികളെ തീരെ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അടിച്ചിട്ട് തന്നെ വളർത്തണം എന്നുള്ളതാണ്. ഇസ്ലാം മധ്യമ നിലപാടാണ്. അനാവശ്യമായിട്ട് കുട്ടികളെ അടിക്കുക എന്നുള്ളതല്ല. നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു വസ്തുവല്ല നമ്മുടെ മക്കള്. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിക ശിക്ഷണങ്ങളിലൂടെ വളർത്തി വലുതാക്കേണ്ട നാളേക്കുള്ള നമ്മുടെ സമ്പത്താണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അവിടെയാണ് റസൂൽ പഠിപ്പിക്കുന്നത്, ആ അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞ ഈ മക്കളെ അവർ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടിക്കാന്നുള്ളതാണ്. കാരണം ആ നമസ്കാരം എന്നത് ആ മക്കളുടെ ജീവിതത്തിലെ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് പറയുന്നിടത്ത് ഇസ്ലാം ഓർമ്മപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന തിന്മകളെ തുടച്ചു മാറ്റുന്നത്. അതിനേക്കാളെല്ലാം അപ്പുറത്ത് ഖുർആൻ വീണ്ടും പറഞ്ഞു, നമ്മുടെ മക്കളൊക്കെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ മക്കളെ സമൂഹത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഓരോ രക്ഷിതാക്കളും. അതിനാണ് ഖുർആൻ പറയുന്നത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ തിന്മകളും മ്ലേച്ഛതകളും അതിനെ തടഞ്ഞു നിർത്താൻ കഴിവും ശേഷിയുമുള്ള ഒരൊറ്റ ഘടകമുള്ളത് നമസ്കാരമാണ് എന്ന്. ആ നമസ്കാരമാണ് നമ്മുടെ മക്കളെ സുരക്ഷിതമാക്കുവാനുള്ള, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വരുന്ന വൃത്തികേടുകളെ തടഞ്ഞു നിർത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്ന ഘടകം എന്നത് നമസ്കാരമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് തെറുപ്പി വെച്ചു കൊടുത്തിട്ടും എത്ര ഉപദേശിച്ചിട്ടും എത്ര വലിയ സാഹചര്യം ഒരുക്കിയാലും ആ നമസ്കാരല്ലേ ആ മക്കളുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരാതിരിക്കൂല എന്നുള്ളതാണ്. അന്നേരം പണ്ഡിതന്മാർ ഇതിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തിന്മ കാണുകയാണ് എന്നുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ നമസ്കാരത്തിലേക്ക്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മ വരുന്നതിനെ തടഞ്ഞു നിർത്തുന്നത് നമസ്കാരം. ആ നമസ്കാരത്തിലെ പിഴവുകളും അപാകതകളുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകളെ കടന്നു വരാൻ അനുവദിച്ചത് എന്ന് മഹാന്മാരെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ജമാഅത്ത് നഷ്ടപ്പെടുത്തുമ്പോ, നമസ്കാരത്തിന് വൈകി എത്തുമ്പോഴൊക്കെ അതിന്റെ അപാകതകളാ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ മക്കളുടെ നമസ്കാരത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം. ആ ഖുർറത്തുൽ അയ്യുന് നമ്മുടെ മക്കളെ പരലോകത്തും ദുനിയാവിലും നമുക്ക് നല്ല മക്കളായി കിട്ടണമെങ്കിൽ ആ മക്കളുടെ നമസ്കാരത്തിന് നമ്മൾ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. ആ ഹദീസിന്റെ അവസാനത്തിൽ റസൂൽ പറഞ്ഞ വാക്ക് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അധ്യാപനമാണ് 7 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ്, രണ്ടിലും അഭിപ്രായമുണ്ട്. ഈ പ്രായം എത്തിക്കഴിഞ്ഞാൽ മക്കളെ മാറ്റി കിടത്തണം. പിന്നെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒപ്പം കിടത്താൻ പാടില്ല.
പിന്നെ സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും ഒരൊറ്റ വിരിപ്പിൽ ആ മക്കളെ കെടുത്താൻ പാടില്ല എന്നുള്ളത്. അത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന LGBT പോലെയുള്ള ഏറ്റവും വലിയ വൃത്തികേടുകളിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉൾക്കാഴ്ചയുടെ കണ്ടു പറയുന്ന കാര്യം. ആ മക്കൾക്കിടയിൽ ആ വേർതിരിവ് ഉണ്ടാക്കണം എന്നുള്ളത്. ഒരു വിരിപ്പിനിടയിൽ മക്കളെ കെടുത്താൻ പാടില്ല. സ്വന്തം സഹോദരങ്ങളാണെങ്കിലും സഹോദരിമാരാണെങ്കിലും രണ്ടും ആണുമാണെങ്കിലും പെണ്ണുമാണെങ്കിലും അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളിൽ പെട്ടത്, അധ്യാപനങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. അതുപോലെ നമ്മുടെ മക്കൾക്കിടയിൽ നമുക്കറിയാം, വലിയ വലിയ കുടുംബങ്ങളായിരിക്കും. ജ്യേഷ്ഠന്മാരുടെ മക്കളുണ്ടാകും, അനുജന്മാരുടെ മക്കളുണ്ടാകും, പെങ്ങന്മാരുടെ ഒക്കെ മക്കളുണ്ടാകും. ഈ മക്കൾക്കിടയിൽ എപ്പോഴും നമ്മൾ സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ആ സൂക്ഷ്മത പാലിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ഘടകമാണ് കസിൻസ് റിലേഷൻ എന്നുള്ളത്. പറയാറുള്ളത് എൻ്റെ അനിയനാണ്, എൻ്റെ സഹോദരനാണ്, ഞങ്ങൾ ഒരുമിച്ച് വളർന്നതാണ്, പഠിച്ചതാണ്. പക്ഷെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം ഇല്ല എന്നുള്ളത്. കുടുംബമാണ്, ബന്ധുക്കളാണ്. അതിനപ്പുറത്തേക്ക് ഒരു മഹ്റം എന്ന ബന്ധം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീക്ക് അവളുടെ ഔറത്ത് മറക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ആളുകൾ, മഹ്റമല്ലാത്ത എല്ലാവരുടെ മുന്നിൽ മറക്കണം എന്നാണ്. സ്ത്രീയുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ നമസ്കരിക്കുമ്പോഴത് എന്താണോ അതാണ് ഔറത്ത്. നമസ്കാരം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ നിബന്ധന ഔറത്ത് മറയണം എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കരിക്കുമ്പോൾ എന്താണോ മറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം മഹ്റമല്ലാത്ത ഓരോ ആളുകളുടെ മുന്നിലും അത് മറഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനില് അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിമാർ, മുസ്ലിമീങ്ങളുടെ ഉമ്മമാരെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യാ നിസാ നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുന്ന. സ്ത്രീകളിൽ മറ്റാരെ പോലെയുമല്ല നിങ്ങൾ. സൂക്ഷ്മത പാലിക്കുന്നുണ്ടെങ്കിൽ മറ്റാരെ പോലെയുമല്ല നിങ്ങൾ. ഫലാ തഖ്ളൗന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബി. നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ കൊഞ്ചലും കുഴയിലും ആ വിനയവും നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലദീ ഫീ ഖൽബിഹി മറദു വഖുൽന ഖൗലൻ മഅറൂഫ. അത് ഈ രൂപത്തിലുള്ള സംസാരം ഹൃദയത്തിന് രോഗമുള്ള ആളുകളിൽ ആ രോഗത്തെ മൂർച്ഛിപ്പിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ തഫ്സീർ വായിച്ചാൽ കാണാൻ സാധിക്കും, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാർക്ക് മാത്രമുള്ളതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാരോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാരാണ്, സ്വഹാബി വനിതകളാണ്, ലോകത്തിന്റെ മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കുള്ള ഏറ്റവും നല്ല മാതൃക, ഏറ്റവും വലിയ മാതൃക. ഇത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളായിട്ടുള്ള സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കാം. അതുകൊണ്ട് നമ്മുടെ മക്കളെ സൂക്ഷിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. അവരുടെ ആ ബന്ധങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുവാൻ, അവിടെ ഒപ്പം കളിച്ചു വളർന്നാലും പഠിച്ചാലും ആ ഇസ്ലാമിന്റെ ആ നിയമങ്ങൾക്കിടയിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ സംസാരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകണം, അവരുടെ പെരുമാറ്റങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകണം, അവരുടെ യാത്രകൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. അവര് പരസ്പരമുള്ള ഏത് ബന്ധമായിക്കൊള്ളട്ടെ, ഒരു അന്യ പുരുഷനും സ്ത്രീയുമെന്ന ആ നിബന്ധന വെക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മക്കൾ ശ്രദ്ധിക്കൂല. അത് കൊണ്ടുവരേണ്ടത് കുടുംബത്തിനകത്ത് ആ നിബന്ധന കൊണ്ടുവരേണ്ടത് സ്വന്തം രക്ഷിതാക്കളാ, ഉമ്മമാരും ഉപ്പമാരും, ആ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകളാ. അവരത് കൊണ്ടുവരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടത് കുടുംബത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന്റെ അപകടത്തെ നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് അത് കൊണ്ടുപോകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മക്കളുടെ ഫോണിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ ഉപയോഗം, പലപ്പോഴും കുട്ടികളുടെ ധാരണ എന്നുള്ളത് ഈ ലോകത്ത് മോഡേൺ യുഗത്തില് നമുക്ക് പ്രൈവസി ഉണ്ട് എന്നുള്ളത്. പ്രൈവസി ഭയങ്കര കാര്യമായിട്ട് നമ്മൾ പറയും. എന്റെ പ്രൈവസിയാണ്, അവന്റെ പ്രൈവസിയാണ്, അവരുടെ പ്രൈവസിയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരുന്നത്, മക്കള് മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരുന്നതും വലുതാകുന്നതും ഒക്കെ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ചെല്ലിലും ചെലവിലാണ്. അവരില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അവര് തരുന്ന പണം കൊണ്ടാണ് നമ്മുടെ വസ്ത്രവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പഠനവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘടകങ്ങളും പോകുന്നത്. ആ ഉപ്പക്കും ഉമ്മക്കും മുന്നിലുള്ളതല്ലാത്ത വേറൊരു പ്രൈവസി ആ മക്കൾക്ക് ഇല്ല എന്നുള്ളതാണ്. ആ ഉപ്പക്കും ഉമ്മക്കും അറിയാത്ത ഒരു പാസ്വേഡ് എന്റെ ഫോണിനോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കോ എന്റെ ഫോണിലോ ഒരു കാര്യത്തിനോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം.
അത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനങ്ങളിൽ പെട്ടതാ. ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത്, ഒരു കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂല് നിരുത്സാഹപ്പെടുത്തിയതാ. നമസ്കാരത്തിന് പോലും ഒരു സൊഫില്, അവസാനത്തെ സൊഫിൽ ഒരാൾ ഒറ്റക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒറ്റക്ക് നിൽക്കരുത് എന്ന് അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരത്തിൽ പോലും സൊഫിൽ ഒറ്റക്കായിട്ടുണ്ട് എങ്കിൽ കഴിയുമെങ്കിൽ മുന്നിലുള്ള ഒരാളെ പിന്നോട്ട് വലിക്കണം. അതല്ലെങ്കിൽ ഉള്ള സൊഫിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കണമെന്ന. ഒറ്റക്ക് നിൽക്കുന്നത് അത്രമാത്രം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വിശ്വാസികളും പൈശാചികമായ ചിന്തകളും കൊണ്ടുവരുമെന്ന് ഇസ്ലാം കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്ത. അവിടെയാണ് നമ്മുടെ മക്കൾക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് റൂമും അതിന് ഫോണും ലാപ്ടോപ്പും അത് അടച്ച് കുറ്റിയിട്ടിരുന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന രക്ഷിതാക്കളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രൈവസിയുടെ ആവശ്യമില്ല. അവരുടെ വൈവാഹിക ജീവിതത്തിലേക്ക് എത്തുന്നത് വരെ അങ്ങനെ ഒരു പ്രൈവസിയുടെ ആവശ്യം നമ്മുടെ മക്കൾക്ക് ഇല്ല എന്ന് ആ ബോധ്യം മക്കൾക്കും വേണം, അതേപോലെ രക്ഷിതാക്കൾക്കും വേണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ കൺകുളിർമയേകുന്ന മക്കളായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടുത്തുക. മതവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലേക്കും മതപരമായ ക്ലാസ്സുകളിലേക്കും അതിന്റെ പഠനങ്ങളിലേക്കും നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുവരിക. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കൂടെ, ഭൗതികമായ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അതിന്റെ കൂടെ നമ്മൾ മതപരമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കണം. അതിനെ തടഞ്ഞു വിട്ടിട്ടുണ്ട് എങ്കിൽ പരലോകത്തേക്ക് ആ മക്കളെ നമുക്ക് ഉപകാരപ്പെടില്ല. ആ മക്കളെ കൊണ്ട് ഉപദ്രവമില്ലാതെ ഒരു ഉപകാരവും കിട്ടില്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുക. ആ മക്കൾ ഉപകാരപ്പെടുവാൻ, ആ മക്കളെ ഉപകാരപ്പെടുത്തുവാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗത്തിൽ, ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ പഠനങ്ങളിലും അധ്യാപനങ്ങളിലും അവരെ നമ്മൾ കൂടെ കൂട്ടേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നുള്ളത് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവർ നമ്മളോട് അത് ആവശ്യപ്പെടുന്നില്ല എങ്കിൽ പോലും ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവരുടെ ഹിദായത്തിന് വേണ്ടി, അവരുടെ പാരത്രികമായ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ആദർശത്തിലും അടിസ്ഥാനത്തിലും എല്ലാം അടിയുറച്ചു നിൽക്കുന്നതിന് ആ പ്രാർത്ഥന അനിവാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് തരിക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, നമ്മുടെ മക്കളുടെ ഉന്നമനത്തിന് കൺകുളിർമ നൽകുന്ന മക്കളായി വളരുവാൻ, അവരെ വളർത്തുവാനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രയത്നങ്ങളും നമ്മുടെ മക്കളുടെ ഉന്നമനത്തിനും വിജയത്തിനും വേണ്ടി ഉണ്ടാകണം. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.